ഹലോ, ഞാൻ ആതിര. എല്ലാവർക്കും ലൈഫ് ആൻഡ് മേക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ പച്ചമുളകിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എൻ്റെ പച്ചമുളകൊക്കെ നല്ല രീതിയിൽ കായ്ച്ചു നിൽപ്പുണ്ട്. അപ്പോൾ പച്ചമുളക് കൃഷി ചെയ്യുന്നവർക്കറിയാം, ഒരുപാട് രോഗങ്ങളും കീടങ്ങളും ഒക്കെ വരുന്ന ഒരു പച്ചക്കറിയാണ് നമ്മുടെ പച്ചമുളകെന്ന് പറയുമ്പോൾ. അപ്പോൾ അത് ഏതൊക്കെയാണെന്നും അതിൻ്റെ നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണെന്നും പിന്നെ ഇതുപോലെ നല്ല രീതിയിൽ ധാരാളമായിട്ട് പച്ചമുളകുകൾ കായ്ക്കാനുള്ള കുറച്ച് ടിപ്സും ഒക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് എൻ്റെ ചെറിയൊരു മുളക് കൃഷിയുടെ ഒരു ഏരിയ എന്ന് വേണമെങ്കിൽ പറയാം, വീടിൻ്റെ ഫ്രണ്ട് വശത്ത് തന്നെ. അപ്പോൾ എനിക്ക് ചെടികൾ വീടിന് മുറ്റത്ത് ഭംഗിയാക്കാൻ ചെടികൾ നട്ടു വളർത്തുന്ന പോലെ തന്നെ ഇഷ്ടമാണ് അതിൻ്റെ ഇടയിൽ പച്ചക്കറികൾ നട്ടു വളർത്തുന്നതെന്ന് പറയുന്നത്. അപ്പോൾ പച്ചമുളകൊക്കെ ഇങ്ങനെ പിടിച്ച് നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ നമ്മൾ ചെടിയൊക്കെ ഇതിനു മുമ്പ് ഓർക്കിഡ് വെച്ചിരുന്ന കണക്കത്തൊരു സ്റ്റാൻഡിലാണ് നമ്മുടെ ഈ പച്ചമുളകും ഒക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ ഹൈബ്രിഡ് വിത്തുകളാണ് ഇട്ടേക്കുന്നത് കേട്ടോ. രണ്ട് വെറൈറ്റി ഹൈബ്രിഡ് വിത്തുകളാണ്. അപ്പോൾ അത് ഒന്നെന്ന് പറയുന്നത് ഇതുപോലെ വലിയ നീളമൊന്നുമില്ല, പക്ഷേ നല്ല അത്യാവശ്യം മീഡിയം എരിവുള്ളതാണ്. ഒരുപാട് എരിവല്ല, ഭയങ്കര എരിവല്ല, മീഡിയം എരിവുള്ള ഒരു വെറൈറ്റിയാണ്. കണ്ടോ, നിറച്ചതിലങ്ങ് കായ്ക്കും. കണ്ടമാനം ഒരു മുളകിൻ്റെ ചെടിയാണ്, ധാരാളമായിട്ട് കായ്ക്കുന്ന ഒരു വെറൈറ്റിയാണ്. പിന്നെ അടുത്തൊരു വെറൈറ്റി എന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ. കണ്ടോ, മുളകിൻ്റെ നീളം കണ്ടോ, എൻ്റെ കൈപ്പത്തിയെക്കാട്ടിയും നീളമുണ്ട് ആ മുളകിനെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ രണ്ട് വെറൈറ്റികളാണ്. അത് നല്ലപോലെ ഒരുപാട് കണ്ടോ ഇഷ്ടംപോലെ കായ്ക്കുന്ന ഇനങ്ങളാണ്. പിന്നെ അടുത്തൊരു വെറൈറ്റിയാണ് ഇത് ഉണ്ടമുളക് എന്നൊക്കെ പറയുമല്ലോ, അത്. പക്ഷേ എനിക്ക് ഇത് അത്രത്തോളം എൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല, എൻ്റെ സ്മെല്ല് ഇഷ്ടമല്ല. പക്ഷേ ഒരു പ്രത്യേകമാണോ അത് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എൻ്റെ അമ്മയ്ക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. ഞാൻ അത് കാരണം പ്രത്യേകിച്ച് നട്ടു വളർത്തിയൊരു സാധനമാണത്. ഹസ്ബൻഡിനും അമ്മയ്ക്കൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു സാധനമാണ്. നമ്മൾ ഈ വറ്റലൊക്കെ ഉണ്ടാക്കുമല്ലോ, മുളകിൻ്റെ കൊണ്ടാട്ടമൊക്കെ, അതുണ്ടാക്കുന്ന ഒരു മുളകാണ്, നല്ല ഉണ്ടൻ മുളകാണത്. അപ്പോൾ ഇങ്ങനെ 2-3 വെറൈറ്റികൾ. പിന്നെ ഉജ്ജ്വല മുളകുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഓൾറെഡി എൻ്റെ വീഡിയോ കണ്ടവർക്ക് ഉജ്ജ്വല മുളകിനെ പറ്റി അറിയായിരിക്കും. അത് ഞാനിവിടെ ഫ്രണ്ട് ഗാർഡിന് സെറ്റ് ചെയ്തിട്ടില്ല, അത് ബാക്കിൽ ഞാനിതുപോലെ സ്റ്റാൻഡിലൊക്കെയാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇവിടെ ഒരു 10-20 മൂടുണ്ട്. അതുപോലെ തന്നെ ബാക്കിലും കുറച്ച് പച്ചമുളകിൻ്റെ കുറച്ച് തൈകളൊക്കെ നിൽപ്പുണ്ട്, പല സൈസിലെ തൈകൾ നിൽപ്പുണ്ട്. അപ്പോൾ ഇതെൻ്റെ വീട്ടാവശ്യത്തിന് വേണ്ടിയിട്ട് ഞാൻ നട്ടു വളർത്തിയിരിക്കുന്നത് കേട്ടോ. നമുക്ക് പച്ചമുളക് നട്ടു വളർത്തുന്നവർക്ക് പ്രധാനമായിട്ട് അറിയാം, നമ്മളെ പച്ചമുളക് ചെടിയെ ബാധിക്കുന്ന പ്രധാന 2 രോഗങ്ങളും ലക്ഷണങ്ങളുമാണ് നമ്മുടെ ഈ വെള്ളീച്ചയെന്ന് പറയുന്നതും കുരടിപ്പും. ഈ 2 പ്രശ്നങ്ങൾ നമ്മുടെ മുളകിന് പ്രധാനമായിട്ട് വരുന്നതാണ്. അപ്പോൾ അത് നമ്മൾ എത്ര തന്നെ ജൈവ രീതിയിൽ നിയന്ത്രിച്ചിരുന്നാലും കുറേയൊക്കെ തിരിച്ച് തന്നെ വരും കേട്ടോ. ജൈവമായിട്ട് നമ്മൾ നിയന്ത്രിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് നമുക്ക് ഒരിക്കലും നിയന്ത്രിക്കാൻ സാധിക്കില്ല, പൂർണ്ണമായിട്ട് ഒരിക്കലും മാറില്ല. അതിങ്ങനെ വന്നും പോയിരിക്കും, നമ്മൾ സ്ഥിരം അത് പ്രയോഗിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. പിന്നെ അതെല്ലാം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ ഒരുപാട് ഏരിയയിൽ കൃഷിയായിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ കെമിക്കൽ ഉപയോഗിക്കാതെ രക്ഷയില്ലെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ചെയ്യുന്നവരുണ്ട്. കെമിക്കൽ അവരെ കുറ്റമല്ല കേട്ടോ. അപ്പോൾ ഇത്രയും ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നടത്തിയിട്ട് കൃഷി ചെയ്യുന്നവരാകുമ്പോൾ അവർക്ക് തന്നെ നഷ്ടം സഹിക്കാൻ പറ്റില്ല. അത് കാരണം അവർ കെമിക്കൽ ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ വീടുകളിലൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല, ജൈവ രീതികളാണ്. അപ്പോൾ ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വെള്ളീച്ചയ്ക്കെതിരെ ചാരം പ്രയോഗിക്കാമെന്ന്. അപ്പോൾ ഒരുപാട് പേര് ചെയ്തിട്ട് റിസൾട്ട് കിട്ടിയൊരു സാധനമാണ്. പക്ഷേ ഈ ചാരമൊക്കെ പ്രയോഗിക്കുമ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു അളവ് നമ്മളെപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. നമ്മൾ ഏതൊരു സാധനം നമ്മൾ വളം യൂസ് ചെയ്യുമ്പോഴായാലും എന്ത് സാധനം യൂസ് ചെയ്യുമ്പോഴായാലും അതിൻ്റെ ഒരു അളവ് നമ്മൾ അറിഞ്ഞ് വേണം നമ്മളെ ചെടികളിൽ പ്രയോഗിക്കാനായിട്ടോ. ധാരാളമായിട്ട് ചാരമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ചാരം എന്ന് പറയുമ്പോൾ വളരെ ചൂട് കൂടിയൊരു സാധനമാണ്. അപ്പോൾ ചെടികൾ കരിഞ്ഞു പോവും, ഇലകളെല്ലാം പോയിട്ട് പോവും. അപ്പോൾ ചിലർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത്, ചാരം ഒരുപാട് ഇട്ടിട്ട് ഇലകളൊക്കെ കൊഴിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണ്, അളവ് കൂടുകയാണെങ്കിൽ ചൂടാണ് സാധനം പോവും, ചെടികൾ നശിക്കും. അപ്പോൾ ഒരളവ് മെയിൻറ്റെയിൻ ചെയ്ത് വളരെ കുറച്ച് മാത്രം ചാരം എടുത്തിട്ട് ചെടികൾ നല്ലപോലെ നനച്ചതിന് ശേഷം ചാരം വിതറി കൊടുക്കുക. ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഈ ചാരം വീണ്ടും വെള്ളം ഒഴിച്ച് നല്ലപോലെ കഴുകി കളയുക. അത് ഇലകളുടെ മുകളിലൂടെ അല്ല കേട്ടോ ഇടണ്ടേ. നമ്മുടെ ഈ വെള്ളീച്ച എന്നൊക്കെ പറയുന്ന ഇലകൾക്ക് അടിയിൽ വരുന്നതാണ്. ഇങ്ങനെ ഇതിനകത്തിപ്പം ഉണ്ട് കേട്ടോ, വെള്ളീച്ച ഉണ്ട്. നമുക്ക് പൂർണ്ണമായിട്ട് ഫുള്ളായിട്ട് നിയന്ത്രിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ തട്ടുമ്പോൾ അറിയാം
കിടന്ന് പറക്കുന്ന അറിയാം, ചെറിയ വെള്ളീച്ച. അപ്പോൾ അത് നമ്മൾ ഈ ചാരം യൂസ് ചെയ്യുമ്പോൾ ഇലകൾക്ക് അടിയിൽ വെള്ളം സ്പ്രേ ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. അപ്പോൾ ഈ വെള്ളീച്ച പോലെ തന്നെ ഗുരുതരമായ മറ്റൊരു പ്രശ്നമാണ് കുരുടിപ്പെന്ന് പറയുന്നത്. നമ്മുടെ ഇലകൾ കുരുടിച്ച് പോകുക. അതായത് ഈ ഒരു ചെടി നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, കണ്ടോ, ഈ മറ്റ് ചെടികൾ വെച്ച് നോക്കുകയാണെങ്കിൽ അതിനകത്ത് ധാരാളം കായ്കളും ഉണ്ട്, അതിൻ്റെ ഇലകൾക്കൊന്നും കുരുടിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ അത് ഈ ഒരു പ്ലാന്റ് വെച്ച് നോക്കുകയാണെങ്കിൽ അതിനകത്ത് കായ്ഫലം വളരെ കുറവാണ്. ഒരു മുളക് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് കണ്ടോ, കുരുടിപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്ത് വെച്ചിരുന്നതാണ്, മനസ്സിലാവാൻ വേണ്ടി വെച്ചിരുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഇലകളുടെ മുകൾ ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നല്ല പോലെ ഇലകൾ ചുരുണ്ട് നിൽക്കുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിത് ശ്രദ്ധിച്ചില്ല എങ്കിൽ ഇതങ്ങ് വൈറസ് ബാധയായിട്ട് മാറും. കുറച്ച് നാൾ കഴിയുമ്പോൾ ചെടികൾ മൊത്തത്തിൽ നശിക്കാൻ തുടങ്ങും. അപ്പം നമ്മൾ ചെടികളുടെ ഏത് ഭാഗം നമ്മൾ ഒടിച്ചെടുക്കുകയാണെങ്കിലും നല്ല രീതിയിൽ ഒടിഞ്ഞ് നല്ല ക്രിസ്പായിട്ട് വരുമെന്ന് പറഞ്ഞില്ലേ, നല്ല രീതിയിൽ നമുക്ക് ഒടിച്ചെടുക്കാൻ സാധിക്കും. ആ ചെടി മൊത്തം ഡെഡായി എന്ന് നമുക്ക് പറയാം. അങ്ങനെ വരുമ്പോൾ പല കാര്യങ്ങൾ മാറിയും തിരിഞ്ഞുമാണ് ചെയ്യാറുള്ളത്. എന്നാൽ ജൈവ കീടനാശിനികളായ ബിവേറിയം വെർട്ടിസിലിയം ഇത് മാറിയും തിരിഞ്ഞും യൂസ് ചെയ്യാറുണ്ട് ഈ വെള്ളീച്ചയ്ക്കും കുരുടിപ്പിനെതിരെയൊക്കെ. പിന്നെ കുരുടിപ്പിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. അത് ഞാൻ ഡീറ്റെയിൽഡായിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അളവും കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഹൈഡ്രജൻ പെറോക്സൈഡും നമ്മൾ ഒരു 2-3 ദിവസം ഇടവിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഹൈഡ്രജൻ പെറോക്സൈഡ്. പിന്നെ നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ ഫിഷ് അമിനോ എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം, അത് 2 രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം. ഒന്ന് വളമായിട്ടും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ കീടനാശിനിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ഫിഷ് അമിനോ. അപ്പോൾ ഫിഷ് അമിനോ യൂസ് ചെയ്യുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളമായിട്ട് പൂക്കളും കായ്കളും ഉണ്ടാവും എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. പിന്നെ അതുമാത്രമല്ല, എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള കീടങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഫിഷ് അമിനോ നമ്മൾ ഈ ആഴ്ച ഒരു ദിവസം പ്രയോഗിക്കുന്നതിലൂടെ കുറേയൊക്കെ കുറവ് സംഭവിക്കും. ഗോമൂത്രം എടുത്തിട്ട് ഒരുപാട് നേർപ്പിക്കാതെ കുറച്ചുകൂടെ വെള്ളം എടുത്തിട്ട് നമുക്ക് സ്പ്രേയിൽ വെച്ചിട്ട് അതിൻ്റെ കൂടെ ഗോമൂത്രത്തിൻ്റെ കൂടെ കാന്താരി മുളകോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ പിടിക്കുന്ന പച്ചമുളകോ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി നല്ലപോലെ അരച്ചിട്ട് ഇത് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അരിച്ചെടുത്തിട്ട് നേർപ്പിച്ച് നമുക്ക് ചെടികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് കീടങ്ങളെ നിയന്ത്രിക്കാം. ഈ കുരുടിപ്പിനെ തടയാൻ സാധിക്കും, അതുപോലെ തന്നെ വെള്ളീച്ച ശല്യത്തിനെ തടയാൻ സാധിക്കും. പിന്നെ ചെറിയ ഓരോ കീടങ്ങൾ നമ്മൾ പച്ചമുളകിനും പച്ചക്കറികൾക്കും എല്ലാം ദോഷകരമായ ചെറിയ കീടങ്ങളൊക്കെ ഉണ്ട്, അതിനെല്ലാം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ മറ്റൊരു കീടനാശിനി എന്ന് പറയുന്നത് വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം. അപ്പോൾ വേപ്പെണ്ണ മാത്രം ഞാൻ സ്പ്രേ ചെയ്യാറുണ്ട്. നമ്മൾ അഗ്രോ ബസാറിൽ നിന്നൊക്കെ വേപ്പെണ്ണ കിട്ടാറുണ്ട്, മേടിക്കാൻ സാധിക്കും. അത് നമ്മൾ 5 ml 1 ലിറ്റർ വെള്ളത്തിന് 5 ml എന്ന അളവെടുത്തിട്ട് ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കും. അല്ലെങ്കിൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം, അത് നമുക്കിപ്പം അതും അഗ്രോ ബസാറുകളിൽ അങ്ങനെ ഒരു ചെറിയ കുഴമ്പായിട്ടൊക്കെ മേടിക്കാൻ കിട്ടും. അത് നല്ലപോലെ വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് നമുക്ക് ചെടികൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നമ്മൾ ഒഴിവാക്കാൻ സാധിക്കും. പിന്നെ വെള്ളം ഏറ്റവും നല്ല ഒരു കീട നിയന്ത്രണമെന്ന് വേണമെങ്കിൽ പറയാം. വെള്ളം എല്ലാ ദിവസവും നമ്മൾ ചെടികൾക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ചെടികളുടെ ചോടുകളിൽ മാത്രം വെള്ളം കിട്ടരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികളുടെ ചോടുകളിൽ മാത്രമല്ല വെള്ളം നൽകേണ്ടത്, ചെടിയിൽ നല്ല പോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഒരുവിധം കീടങ്ങളെയൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കും. പിന്നെ ഫിഷ് അമിനോ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ എഗ് അമിനോ. പിന്നെ യൂസ് ചെയ്യാറുള്ളതെന്ന് പറയുമ്പോൾ നമ്മൾ പച്ചച്ചാണകത്തിൻ്റെ തെളിയാണ്. പച്ചച്ചാണകം ഒരു 2-3 ദിവസം വെള്ളത്തിലിട്ടതിന് ശേഷം അതിൻ്റെ ഒരു കപ്പ് എടുത്തിട്ട് അതിൻ്റെ 10 ഇരട്ടി വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ നേർപ്പിച്ചിട്ട് ചെടികളിൽ ഒഴിച്ചു കൊടുക്കും. അത് നല്ലപോലെ തഴച്ച് വളരാൻ, ചെടി നല്ലപോലെ പുഷ്ടിയോടുകൂടി തഴച്ച് വളരാനായിട്ട് ഈ ചാണകത്തിൻ്റെ സ്ലറി നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നല്ല രീതിയിൽ പൂക്കാനും അത് ചാണക സ്ലറി ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പോഴും യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ചെറിയ ചെടികൾക്കാണ്. കുറച്ചുകൂടെ ആ ഒരു പൂക്കാൻ സമയമായ ചെടികൾക്ക് നമുക്കറിയാമല്ലോ, ആ ഒരു പ്രായമാകുമ്പോഴത്തേക്കും നമുക്ക് കൂടുതൽ യൂസ് ചെയ്യുന്നത് കടലപ്പിണ്ണാക്കിൻ്റെ തെളിയാണ്. ആ കടലപ്പിണ്ണാക്ക് ഞാനിതുപോലെ തന്നെ ഒരു 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും അല്ലെങ്കിൽ മാസത്തിലൊരിക്കലെങ്കിലും ആ കടലപ്പിണ്ണാക്ക് വെള്ളത്തിലിടും. ഞാനിപ്പോൾ 1 കിലോയ്ക്ക് ആയിരിക്കും മേടിച്ചിട്ട് അത് കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കും. എന്നിട്ട് അതിൻ്റെ ഒരു കപ്പ് എടുത്തിട്ട് അതിൻ്റെ കടലപ്പിണ്ണാക്കെന്ന് പറയുന്നത് നല്ല കട്ടിയായിട്ട്, നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നവർക്കറിയാം, വളരെ കട്ടിയായിട്ടിരിക്കുന്നൊരു സാധനമാണ്. അത് നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് കൊണ്ടുവന്നിടാൻ പറ്റില്ല. അപ്പോൾ അത് നല്ലപോലെ വെള്ളത്തിൽ കുതിർത്ത് പുളിപ്പിച്ചിട്ട് വേണം നേർപ്പിച്ച് ചെടികൾക്ക് ഒഴിക്കാം. അതും നമ്മൾ ഈ ചാണകം എടുക്കുന്ന പോലെ 1 കപ്പിന് 10 കപ്പ് വെള്ളം എന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ട് നേർപ്പിച്ച് നമുക്ക് ചെടികളുടെ ചുവടുകളിൽ കൊണ്ടൊഴിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ പൂക്കും കായ്ക്കുകയും ചെയ്യും.
അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. പിന്നെ മുട്ടത്തോട് നമ്മൾ പലരും ചെയ്യുന്നുണ്ട്, മുട്ടത്തോടും തേയിലക്കൊന്തും ഒക്കെ കൊണ്ടിടുന്നത്. അത് ഞാൻ എപ്പോഴും പറയും, മുട്ടത്തോടെന്ന് പറയുന്നത് നമ്മൾ മണ്ണ് തയ്യാറാക്കുമ്പോൾ കൊണ്ടിടാം, അല്ലെങ്കിൽ ഇട്ട് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല, ദോഷമൊന്നുമില്ല. പക്ഷേ മുട്ടത്തോട് പയ്യെ കൊണ്ടേ നമ്മളെ ചെടികൾക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ മണ്ണ് തയ്യാറാക്കുന്ന സമയത്ത് തന്നെ മുട്ടത്തോട് ഇരിപ്പുണ്ടെങ്കിൽ അത് ഉണക്കി പൊടിച്ചത് ഇരിപ്പുണ്ടെങ്കിൽ ഓരോ സ്പൂൺ വീതം ഓരോ പോട്ടിൽ വീതം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ചെടികൾക്ക് ആ വളർച്ചയിൽ നല്ലപോലെ ചെടികൾക്ക് കിട്ടും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത്. ഫിഷമിനോ എഗ്ഗമിനോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളത്. അല്ലാതെ ഇതിൽ കൂടുതൽ വലിയ വളപ്രയോഗമൊന്നും ഞാൻ എൻ്റെ ചെടികൾക്ക് നൽകാറില്ല. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.